നോർത്ത് മാസഡോണിയയുടെ തലസ്ഥാനമായ സ്കോപ്പിയെ നഗരം. നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള നാട്. കുതിരവണ്ടികൾ പായുന്ന കല്ലുപാകിയ തെരുവുകൾ. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പ്രതാപം വിളിച്ചോതുന്ന കെട്ടിടങ്ങൾ. പള്ളികളിൽ നിന്നും മോസ്കുകളിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനാസ്വരങ്ങൾ. രാഷ്ട്രീയമായി വലിയൊരു മാറ്റത്തിന്റെ വക്കിലാണ് ഈ നഗരം. വംശീയമായ അഭിമാനവും സ്വാതന്ത്ര്യത്തിനായുള്ള ദാഹവും ഇവിടുത്തെ മനുഷ്യരുടെ കണ്ണുകളിൽ കാണാം. ആ തെരുവിലൂടെ തല ഉയർത്തി നടന്നുവരികയാണ് നിക്കോളായ് ബോയജിയു. സ്കോപ്പിയയിലെ ഏറ്റവും പ്രശസ്തനായ വ്യാപാരിയാണ് നിക്കോളായ്. വെറുമൊരു വ്യാപാരിയല്ല. അൽബേനിയൻ ദേശീയതയിൽ വിശ്വസിക്കുന്ന അദ്ദേഹം നഗരസഭാ കൗൺസിലിൽ അംഗവും രാഷ്ട്രീയമായും സാമൂഹികമായും നാട്ടിൽ വലിയ സ്വാധീനമുള്ളയാളുമാണ്. ഇറ്റാലിയൻ, ഫ്രഞ്ച് തുടങ്ങി പല ഭാഷകൾ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്ന നിക്കോളായ് നിർമ്മാണ മേഖലയിലും മരുന്ന് വ്യാപാരത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അയാളുടെ വസ്ത്രധാരണത്തിലും നടത്തത്തിലും കുലീനത്വമുണ്ട്. അദ്ദേഹം നടന്നു കയറുന്നത് തന്റെ മനോഹരമായ വീട്ടിലേക്കാണ്. അവിടെ അദ്ദേഹത്തെ കാത്തൊരാളുണ്ട്. ഡ്രാനാഫിൽ ബോയജിയു, നിക്കോളായുടെ പ്രിയതമ. സ്കോപ്പിയയിലെ എല്ലാവരും അവരെ ഡ്രാന എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. അത്യന്തം ദൈവഭയമുള്ളയാളാണ് ഡ്രാന. നിക്കോളായ് രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും തിരക്കിലായിരിക്കുമ്പോൾ വീടിനെ ഒരു ദേവാലയമാക്കി മാറ്റുന്നത് ഡ്രാനയാണ്. അവൾ വീടൊരിക്കലും അടച്ചിടാറില്ല. സ്കോപ്പിയയിലെ തെരുവുകളിൽ വിശന്നു വലയുന്ന ആർക്കും ആ വാതിലിൽ മുട്ടാം. അവിടെ ഡ്രാന കാത്തിരിപ്പുണ്ടാകും. തീന്മേശയിൽ മക്കളായ ആഗേയ്ക്കും ലാസറിനുമൊപ്പം ഭക്ഷണം കഴിക്കാൻ എപ്പോഴും ചില അതിഥികളുണ്ടാകും. അവർ തെരുവിലെ അഗതികളാണ്. മക്കളെ, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതെ നിങ്ങൾ കഴിക്കുന്ന ഓരോ ഉരുളയും വിഷമാണ്. ഇങ്ങനെയുള്ള സ്നേഹത്തിന്റെ സന്ദേശം പകർന്നു നൽകിക്കൊണ്ടാണ് ഡ്രാന തന്റെ മക്കളെ വളർത്തിയത്. പക്ഷേ ആ കാലഘട്ടം അത്ര ശുഭകരമായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ, അതായത് 1910കളുടെ തുടക്കത്തിൽ, ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയും ബാൾക്കൻ യുദ്ധങ്ങളുടെ ഒരുക്കവും ആ നഗരത്തെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അൽബേനിയക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിക്കോളായ് പലപ്പോഴും വലിയ അപകടങ്ങളെ അഭിമുഖീകരിച്ചു. ഒരു വിപ്ലവകാരിയുടെ ഹൃദയമാണ് അയാളുടേത്. പങ്കെടുക്കുന്ന രാഷ്ട്രീയ യോഗങ്ങളിൽ നിന്നും മടങ്ങിവരുന്നത് വലിയ ആവേശത്തോടെയാവും. പക്ഷെ ഡ്രാനയുടെ ഉള്ളിൽ ആധിയാണ്. സ്കോപ്പിയെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പിടിയിൽ നിന്നും സെർബിയൻ ആധിപത്യത്തിലേക്ക് മാറുന്ന കാലമാണത്. അൽബേനിയൻ വംശജർ തങ്ങളുടെ സ്വത്വത്തിനും ഭാഷയ്ക്കും വേണ്ടി പോരാടുകയായിരുന്നു. സ്വന്തം ഭാഷയിൽ സംസാരിക്കാനോ പഠിക്കാനോ പോലും അവകാശമില്ലാതിരുന്ന കാലം. അൽബേനിയൻ സ്കൂളുകൾക്കും സാംസ്കാരിക സംഘടനകൾക്കും നിക്കോളായ് രഹസ്യമായി വൻതോതിൽ സാമ്പത്തിക സഹായം നൽകി. ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി അദ്ദേഹം മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. രഹസ്യ പോലീസ് അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നുണ്ട്. പുറത്ത് തോക്കുകളെയും ഭീഷണികളെയും നേരിടുമ്പോഴും വീടിനുള്ളിൽ തന്റെ മക്കൾ ഭയപ്പെടാതിരിക്കാൻ നിക്കോളായ് ശ്രദ്ധിച്ചു. പക്ഷേ ഡ്രാനയ്ക്ക് എല്ലാം അറിയാമായിരുന്നു. നിക്കോളായ് പുറത്ത് വിപ്ലവത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കനൽ വഴികളിലൂടെ നടക്കുമ്പോൾ ആ വലിയ വീടിനുള്ളിൽ ഡ്രാന പുതിയൊരു അതിഥിക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു. അവൾ ഗർഭിണിയാണ്. ആ നാളുകളിൽ ഡ്രാനയുടെ മുഖത്ത് അസാധാരണമായ ഒരു തേജസ് പടർന്നിരുന്നു. തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ലോകത്തിന് വെളിച്ചമാകണമെന്ന് അവർ പ്രാർത്ഥിച്ചു. ഓഗസ്റ്റ് മാസം വന്നെത്തി. സ്കോപ്പിയയിലെ വേനൽക്കാലം അതിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയം.
1910 ഓഗസ്റ്റ് 26. അന്ന് പുലർച്ചെ മുതൽ ബോയജിയു ഭവനത്തിൽ ഒരു പ്രത്യേക നിശബ്ദത പടർന്നിരുന്നു. നിക്കോളായി അന്ന് യാത്രകൾ ഒഴിവാക്കി തന്റെ പ്രിയതമയ്ക്കരികിലുണ്ട്. അധികം താമസിയാതെ ആ വീട്ടിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ മുഴങ്ങി. നിക്കോളായുടെയും ഡ്രാനയുടെയും മൂന്നാമത്തെ കൺമണി, ഒരു പെൺകുട്ടി. പിൽക്കാലത്ത് ലോകം ദൈവത്തിന്റെ മാലാഖയെന്നും വിശുദ്ധയെന്നും വാഴ്ത്തിപ്പാടിയ മഹതിയുടെ ജനനമായിരുന്നു അത്. നിക്കോളായും ഡ്രാനയും അവളെ ഗോൺഷെ എന്ന് വിളിച്ചു. ഗോൺഷെ എന്നാൽ അൽബേനിയൻ ഭാഷയിൽ പൂമൊട്ട് എന്നാണർത്ഥം. ആഗ്നസ് ഗോൺഷെ ബോയജിയു എന്നായിരുന്നു ആ കുഞ്ഞിന്റെ പൂർണ്ണനാമം. ജനിച്ചതിന്റെ അടുത്ത ദിവസം, അതായത് ഓഗസ്റ്റ് 27-ന് അവൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. സ്കോപ്പിയയിലെ ആ മാളികയ്ക്കുള്ളിൽ ഗോൺഷെ വളരുകയായിരുന്നു. പുറത്തെ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും യുദ്ധഭീഷണികൾക്കുമിടയിലും ഡ്രാന തന്റെ കുഞ്ഞിനെ വളർത്തിയത് ആത്മീയതയുടെ വഴിയെയായിരുന്നു. ഡ്രാനയുടെ വിരലുകളിൽ തൂങ്ങി പിച്ചവയ്ക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ അശരണരായ മനുഷ്യരോട് അമ്മ കാട്ടുന്ന കരുണ കണ്ടാണ് അവൾ വളർന്നത്. ആ വീട്ടിലെ ഓരോ പ്രാർത്ഥനാവേളയും ലോകത്തിന്റെ വേദനകൾക്ക് വേണ്ടിയുള്ള കണ്ണുനീരായിരുന്നു. ഒരേ സമയം ഒരു രാജകുമാരിയുടെ അന്തസ്സും ഒരു ദാസിയുടെ വിനയവും ആ കുഞ്ഞു പെൺകുട്ടിയിൽ ഒരുപോലെ സമ്മേളിച്ചു. നിക്കോളായി തന്റെ പൊന്നുമകളെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അവളുടെ ഭാവി ഒരു സുരക്ഷിതമായ കുടുംബജീവിതത്തിലോ സ്കോപ്പിയയിലെ ഉയർന്ന സാമൂഹിക പദവിയിലോ ആണെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ആഗ്നസിന്റെ കളിയും ചിരികളും ആ വീട്ടിൽ നിറഞ്ഞു. സ്കോപ്പിയയിലെ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു അവളുടെ പഠനം. പഠനത്തിലും സംഗീതത്തിലും അവൾ മിടുക്കിയായിരുന്നു. പള്ളിയിലെ ഗായക സംഘത്തിൽ അവളുടെ സ്വരം മുഴങ്ങിക്കേട്ടു. ആഗയും ലാസറും ആഗ്നസും ചേർന്ന് വീടിനെ എപ്പോഴും സന്തോഷഭരിതമാക്കി. എന്നാൽ കാലം ആ കുടുംബത്തിന് കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. പ്രശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ജീവിതത്തിലേക്ക് വിധിയുടെ കരിനിഴൽ വീഴാൻ അധികം സമയമെടുത്തില്ല. നിക്കോളായുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ വലിയ അപകടങ്ങളിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചിരിക്കുന്നു. മാസിഡോണിയയുടെ രാഷ്ട്രീയ ഭൂപടം മാറുകയാണ്. ഈ സമയത്താണ് ഒരു രാഷ്ട്രീയ യോഗത്തിൽ പങ്കെടുക്കാൻ നിക്കോളായി ബെൽഗ്രേഡിലേക്ക് പോകുന്നത്. തന്റെ ജനതയുടെ ഭാവി നിർണയിക്കേണ്ട നിർണായകമായ ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു ലക്ഷ്യം. ആവേശത്തോടെ വീട്ടിൽ നിന്നും പോയ നിക്കോളായി മടങ്ങിയെത്തിയത് തീർത്തും അവശനായിട്ടാണ്. ആ കുലീനനായ മനുഷ്യന്റെ മുഖത്തെ തേജസ് നഷ്ടമായിരിക്കുന്നു. വീട്ടിലെത്തിയ അദ്ദേഹം കുഴഞ്ഞു വീണു. സ്കോപ്പിയയിലെ മികച്ച ഡോക്ടർമാർ ആ വീട്ടിലെത്തി. പക്ഷേ മരണം ആ മനുഷ്യന്റെ അരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ആഗ്നസിന് 8 വയസ്സുള്ളപ്പോൾ നിക്കോളായി ബോയജിയു ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം വിഷമുള്ളിൽ ചെന്ന് മരിച്ചതാണെന്ന് സ്കോപ്പിയയിലെ തെരുവുകളിൽ സംസാരമുണ്ടായി. നിക്കോളായുടെ മരണത്തോടെ ആ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർന്നു. ബിസിനസ് പങ്കാളികൾ ആ കുടുംബത്തെ വഞ്ചിച്ചു. സമ്പന്നതയുടെ കൊടുമുടിയിലായിരുന്ന ബോയജിയു കുടുംബം പെട്ടെന്നൊരു ദിവസം ദാരിദ്ര്യത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളപ്പെട്ടു.
കുടുംബത്തെ മുന്നോട്ടു കൊണ്ടുപോകാൻ ഡ്രാന പാടുപെട്ടു. പക്ഷെ പതറിപ്പോകാൻ അവർ തയ്യാറല്ലായിരുന്നു. അവർ തയ്യൽ ജോലികൾ ഏറ്റെടുത്തു. എംബ്രോയിഡറി ചെയ്തും വസ്ത്രങ്ങൾ തുന്നിയും കുടുംബം പുലർത്തി. ഒരു കാലത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയിരുന്ന ആ കൈകൾ സ്വന്തം മക്കൾക്ക് ഒരു നേരം ആഹാരം നൽകാൻ വേണ്ടി ഏറെ പണിയെടുത്തു. കുഞ്ഞു ആഗ്നസ് തന്റെ അമ്മയെ അത്ഭുതത്തോടെ നോക്കി നിന്നു. ദാരിദ്ര്യം തങ്ങളെ തളർത്തുകയല്ല, മറിച്ച് ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണെന്ന് ഡ്രാന മക്കളെ പഠിപ്പിച്ചു. നമുക്ക് ദൈവമുണ്ട് എന്ന് പറഞ്ഞ് ആ അമ്മ അവരെ ആശ്വസിപ്പിച്ചു. ഓരോ ഞായറാഴ്ചയും സ്കോപ്പിയയിലെ സേക്രഡ് ഹാർട്ട് പള്ളിയിൽ അമ്മയ്ക്കൊപ്പം പോയിരുന്ന ആഗ്നസ് അവിടുത്തെ ഗായക സംഘത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു. സംഗീതത്തോടും കവിതയോടും അവൾക്ക് പ്രത്യേക ഇഷ്ടമുണ്ട്. മറ്റു കുട്ടികൾ നഗരത്തിലെ ആഘോഷങ്ങളിലും കളിച്ചിരികളിലും മുഴുകുമ്പോൾ ആഗ്നസിന്റെ ശ്രദ്ധ പള്ളിയിൽ വരാറുള്ള ജെസ്യൂട്ട് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിലായിരുന്നു. പള്ളിയിലെ വികാരിയായിരുന്ന ഫാദർ ഫ്രാന്യോ ജാംബ്രേക്കോവിച്ച് ഇന്ത്യയിൽ നിന്നും മറ്റും വരുന്ന മിഷണറിമാരുടെ കത്തുകൾ അവിടെ വായിക്കാറുണ്ട്. ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലെ, വിശേഷിച്ചും കൊൽക്കത്തയിലെ പട്ടിണിപ്പാവങ്ങളെക്കുറിച്ചും അവിടുത്തെ മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ചും കേട്ടപ്പോൾ ആ 12-കാരിയുടെ ഉള്ളിൽ ഒരു കനൽ എരിഞ്ഞു തുടങ്ങുകയായിരുന്നു. സ്വന്തം സുഖസൗകര്യങ്ങൾക്കപ്പുറം മറ്റൊരാളുടെ കണ്ണീരൊപ്പാൻ തന്റെ ജീവിതം ഒഴിഞ്ഞുവെക്കണമെന്ന ബോധ്യം അവളിൽ മുളപൊട്ടി. ജെസ്യൂട്ട് വൈദികർ കൊണ്ടുവന്നിരുന്ന കത്തുകൾ ആഗ്നസ് ആവർത്തിച്ചു വായിക്കും. ബംഗാളിലെ ചേരികളിൽ തങ്ങളെ കാത്തിരിക്കുന്ന ആ വലിയ വിളിയെക്കുറിച്ച് അവൾ തിരിച്ചറിഞ്ഞത് ആ പ്രാർത്ഥനാ മുറികളിലിരുന്നാണ്. മറ്റു പെൺകുട്ടികൾ സ്വന്തം ഭാവിയെക്കുറിച്ച് വർണ്ണശബളമായ സ്വപ്നങ്ങൾ നെയ്തപ്പോൾ ആഗ്നസ് തന്റെ ഹൃദയത്തിൽ മായാതെ കോറിയിട്ടത് ദുരിതമനുഭവിക്കുന്നവരുടെ ചിത്രങ്ങളായിരുന്നു. അക്കാലത്ത് തന്നെ അവൾ ഉറപ്പിച്ചു, തന്റെ ജീവിതം സ്കോപ്പിയയിലെ തെരുവുകളിൽ അവസാനിക്കാനുള്ളതല്ല. ലോകത്തിന്റെ എവിടെയോ വേദനിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് അവരിൽ ഒരാളായി മാറാൻ വിധി അവളെ കാത്തിരിക്കുകയായിരുന്നു. വിപ്ലവകാരിയായ പിതാവിന്റെ പോരാട്ടവീര്യവും ഭക്തയായ അമ്മയുടെ കാരുണ്യവും ഒരുപോലെ സംഗമിച്ച ആഗ്നസ് തന്റെ നിയോഗം അക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അമ്മ ഡ്രാന പാവപ്പെട്ടവർക്കായി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ആഗ്നസ് ആയിരുന്നു അവരുടെ പ്രധാന സഹായി. തെരുവിലെ കുഷ്ഠരോഗികളെയും അനാഥരെയും ഭയമില്ലാതെ സമീപിക്കാനും അവർക്കാഹാരം നൽകാനും അവൾ പഠിച്ചു. പഠനത്തിലും മിടുക്കിയായിരുന്നു ആഗ്നസ്. തന്റെ പക്കലുള്ള ചെറിയ സാധനങ്ങൾ സഹപാഠികൾക്ക് പങ്കുവയ്ക്കുന്നതിൽ അവൾ ആനന്ദം കണ്ടെത്തി. ആഡംബര വസ്തുക്കളോടോ ആഭരണങ്ങളോടോ അവൾക്ക് താൽപ്പര്യമില്ലായിരുന്നു. അവളുടെ ചിന്തകളെപ്പോഴും സേവനം എന്ന വലിയ ലക്ഷ്യത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. ആഗ്നസ് തന്റെ മുറിക്കുള്ളിലെ ക്രൂശിത രൂപത്തിന് മുന്നിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചു. പിതാവിന് നഷ്ടപ്പെട്ട വേദനയെ അവൾ മാറ്റിയെടുത്തത് അഗതികളുടെ കണ്ണുനീർ തുടയ്ക്കാനുള്ള ഊർജമായിട്ടായിരുന്നു. 12-ാം വയസ്സിൽ തന്റെ ഉള്ളിൽ വീണ ആത്മീയതയുടെ കനൽ ആഗ്നസ് അതീവ രഹസ്യമായിട്ടാണ് കൊണ്ടു നടന്നത്. പുറമേ അവളൊരു സാധാരണ കൗമാരക്കാരിയെപ്പോലെ സ്കൂളിൽ പോയി. കൂട്ടുകാർക്കൊപ്പം പാട്ടുപാടിയും കവിതകൾ രചിച്ചും സമയം ചെലവഴിച്ചു. കളിയും ചിരിയും ആത്മീയതയുമായി ആ പെൺകുട്ടി വളർന്നു. 16-ാം വയസ്സായപ്പോഴേക്കും അവളുടെ സംഗീതത്തിലുള്ള താൽപ്പര്യം കൂടുതൽ ആഴമുള്ളതായി. അവൾ കവിതകൾ എഴുതുമായിരുന്നു. മിക്കവാറും പ്രകൃതിയെക്കുറിച്ചും ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ചുമുള്ളവയായിരുന്നു അവ. പ്രായം കടന്നുപോകുന്നതിനനുസരിച്ച് അവളുടെ ഉള്ളിലെ ആത്മീയതയും വളർന്നുകൊണ്ടിരുന്നു. 1928 തന്റെ 18-ാം വയസ്സിനോടടുക്കുമ്പോഴേക്കും ആഗ്നസിന്റെ ആന്തരിക ലോകം പൂർണ്ണമായും ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യർക്കായി സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു.
തന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ആത്മീയദാഹം ഇനി അടക്കി നിർത്താൻ കഴിയില്ലെന്ന് ബോധ്യമായ നിമിഷം അവൾ തന്റെ തീരുമാനം അമ്മ ഡ്രാനയെ അറിയിച്ചു. സന്യാസിനിയാകണമെന്നും ഇന്ത്യയിലേക്ക് പോകണമെന്നുമുള്ള മകളുടെ ആഗ്രഹം കേട്ടപ്പോൾ ആ അമ്മ ഒന്ന് പതറി. അവരേകദേശം 24 മണിക്കൂർ നീണ്ട ഏകാന്തമായ പ്രാർത്ഥനയിൽ മുഴുകി. ആരാധനാമുറിയിൽ നിന്ന് പുറത്തുവന്ന ഡ്രാന ആഗ്നസിനെ ചേർത്ത് പിടിച്ചു. മോളെ, നിന്റെ കരം ദൈവത്തിന്റെ കരത്തിൽ നൽകുക. ഇനി ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, ഡ്രാന മകളോട് പറഞ്ഞു. ആ വാക്കുകൾ ആഗ്നസിന് വലിയ കരുത്തായി മാറി. ആഡംബരങ്ങളുടെയും സുരക്ഷിതത്വത്തിന്റെയും ലോകമുപേക്ഷിക്കാൻ അവൾ തയ്യാറെടുത്തു. സ്നേഹം കൊണ്ട് മുറിവുകൾ ഭേദപ്പെടുത്താനാണ് താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ആഗ്നസ് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു.